ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പെർഫോമൻസ് അപ്രൈസലിനെ പറ്റിയിട്ടാണ്. ആദ്യമായിട്ട് ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, ഓൾ ദി ഫോർമൽ പ്രൊസീജിയേഴ്സ് യൂസ്ഡ് ഇൻ ദി വർക്കിംഗ് ഓർഗനൈസേഷൻസ് ടു ഇവാലുവേറ്റ് ദി പേഴ്സണാലിറ്റീസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അതായത് ഒരു വർക്കിംഗ് ഓർഗനൈസേഷനിൽ അവിടുത്തെ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ പേഴ്സണാലിറ്റീസിനെയും കോൺട്രിബ്യൂഷൻസിനെയും ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എല്ലാത്തരം ഫോർമലായിട്ടുള്ള പ്രൊസീജിയേഴ്സിനെയുമാണ് ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്ന് റെഫർ ചെയ്യുന്നത്. അടുത്തതായിട്ട് പർപ്പസസ് ഓഫ് പെർഫോമൻസ് അപ്രൈസലാണ്. ഒന്നാമത്തെ പർപ്പസ് നോക്കുകയാണെങ്കിൽ, ഇറ്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ടു ദി എംപ്ലോയിക്ക് ഒരു ഫീഡ്ബാക്ക് നൽകും. അതായത് തങ്ങളുടെ കോവർക്കേഴ്സിനെ, തങ്ങളുടെ സുപ്പീരിയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ തങ്ങൾ എവിടെയാണ്, തങ്ങൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, തങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യണം അവരോടൊപ്പം എത്താൻ വേണ്ടിയിട്ട്, പിന്നെ ഹയറാർക്കിയിൽ മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് തങ്ങൾ എന്തൊക്കെ ചെയ്യണം, കുറച്ചുകൂടി മികച്ചതായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ധാരണ ഈ ഒരു എംപ്ലോയീസിന് നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ സഹായിക്കും. രണ്ടാമത്തെ പർപ്പസ് പ്രൊവൈഡ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻസെൻറ്റീവ്സ് ടു ഓൾ ദി എംപ്ലോയീസ്. അതായത് മാനേജ്മെൻറ്റിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഈ ഒരു എംപ്ലോയീസിന് ഈ ഒരു സുപ്പീരിയേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തങ്ങളെ ഒബ്സർവ് ചെയ്യുക മാത്രമല്ല, തങ്ങൾ ഈ ഒരു മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ മറന്നിട്ടില്ല എന്നതും സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ പർപ്പസ് ഇത് പ്രൊമോഷനും ജോബ് ചേഞ്ചിനും പ്ലേസ്മെന്റിനും ഒക്കെയുള്ള ഒരു ബേസിസ് ആയിട്ട്, അതായത് അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നുണ്ട്. നാലാമത്തത് ഈ ഒരു എംപ്ലോയീസിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, നൽകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ പർപ്പസ് ശമ്പളം, ബോണസസ്, പേയ്മെന്റ്സ് ഓഫ് പീസ് വർക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ബേസിസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അടിസ്ഥാനമായിട്ട് എടുക്കുന്നുണ്ട്. അടുത്തൊരു പർപ്പസ് പീരിയോഡിക് ആയിട്ട് റൈറ്റിംഗ് ഫോം ഫില്ല് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ സുപ്പീരിയേഴ്സും എക്സിക്യൂട്ടീവ്സും ഒക്കെ തങ്ങളുടെ സബോർഡിനേറ്റ്സിനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും, കുറച്ചുകൂടി ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. ഇത് സൂപ്പർവിഷനെയും കൂടി എൻഹാൻസ് ചെയ്യും. ഏഴാമത്തത് എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസിനെ പറ്റിയിട്ട്, അവരുടെ ജോലി ചെയ്യുന്ന രീതിയെ പറ്റിയിട്ട്, വർക്കിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ, ശരിയായിട്ടുള്ള ധാരണ ലഭിക്കാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് അപ്രൈസൽ സഹായിക്കും. കാരണം മിക്കവാറും സുപ്പീരിയേഴ്സൊക്കെ ചെയ്യുന്നത് അവരുടെ ഒരു മുൻകൂർ ധാരണയുണ്ടാകും. അതായത് ഇവരിങ്ങനെയായിരിക്കും, അവരെങ്ങനെയായിരിക്കും, ഇവരിങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഇവർ മോശമാണ്, ഇവരുടെ സ്വഭാവം ശരിയല്ല, അങ്ങനെയുള്ള കുറച്ച് പേഴ്സണലുള്ള ജഡ്ജ്മെൻറ്റ്സും ബയാസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് അപ്രൈസൽ ഈ ഒരു ബയാസിനൊക്കെ മറികടന്ന് ഈ ഒരു എംപ്ലോയീസിൻ്റെ ആക്ച്വലായിട്ടുള്ള കാര്യം, വർക്കിലുള്ള മികവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അവസാനത്തെ പർപ്പസ് ഈ ഒരു വർക്കേഴ്സിനെ സെലക്ട് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സും ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ട് തരത്തിലാണ് പർപ്പസസ് ഉള്ളത്. ഒന്ന് ജഡ്ജ്മെന്റൽ, രണ്ടാമത്തത് ഡെവലപ്മെന്റൽ. ഇതിൽ ആദ്യത്തത് ജഡ്ജ്മെന്റൽ പർപ്പസ് ആണ്. അതായത് ഒരാളുടെ ഒരു വർക്കിനെ ജഡ്ജ് ചെയ്തിട്ട് അതിൻ്റെ ബെനിഫിറ്റ് അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ലൈക്ക് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഒരാളുടെ സാലറി സ്റ്റാൻഡേർഡ്സ് തീരുമാനിക്കുന്നത്, സാലറി അതായത് ശമ്പളം കൂട്ടി കൊടുക്കുന്നത്, അതൊക്കെ ഇതിൽ വരുന്നതാണ്. രണ്ടാമത്തെ പർപ്പസ് ആണെങ്കിൽ ഓരോ ജോലിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്യുന്നത്, അവരെ പിന്നെ പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രാൻസ്ഫർ ഒക്കെ. പിന്നെ അൺസാറ്റിസ്ഫൈങ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്, അല്ലെങ്കിൽ തീരെ കൊള്ളാത്ത വർക്കാണ് ചെയ്തതെങ്കിൽ അവരെ ഡീപ്രൊമോട്ട് ചെയ്യൽ, ടെർമിനേറ്റ് ചെയ്യൽ. അടുത്തത് ഡെവലപ്മെന്റൽ പർപ്പസസ് ആണ്. ഇതിൽ വരുന്ന ഒന്നാമത്തത് ആ ഒരു ഓർഗനൈസേഷനിലുള്ള ടാലൻസിനെ ഐഡന്റിഫൈ ചെയ്യുക, അതായത് കുറച്ചുകൂടി മികച്ചു നിൽക്കുന്ന എംപ്ലോയീസിനെ ഐഡന്റിഫൈ ചെയ്യുക, വർക്കേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തത് ഓരോ എംപ്ലോയീസിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റൽ നീഡ്സ് ഡിറ്റർമൈൻ ചെയ്യുക. പിന്നെ ഗ്രൂപ്പിനിടയിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പിന്നെ എംപ്ലോയി റെക്കഗ്നിഷൻ പ്രൊവൈഡ് ചെയ്യുക, പിന്നെ എംപ്ലോയി ആസ്പിറേഷൻസ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, ഓർഗനൈസേഷൻ്റെ ഗോൾസിന് കണക്കായിട്ടുള്ള പെർഫോമൻസ് റീകൗൺസിൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, പിന്നെ ടീം ബിൽഡിങ്, പിന്നെ എംപ്ലോയി ഫീഡ്ബാക്ക് നൽകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിൽ വരുന്നത്. അടുത്തത് പെർഫോമൻസ് ഇവാലുവേഷൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തത് ഇവാലുവേഷൻ മസ്റ്റ് കണ്ടെയ്ൻ കണ്ടന്റ് ദാറ്റ് ഈസ് റെലവൻറ്റ് ടു ഇൻഡിവിജ്വൽസ് ബീങ് ഇവാലുവേറ്റഡ് ഇൻ എ പെർട്ടിക്കുലർ സെറ്റിംഗ്. ഒരു പെർട്ടിക്കുലർ സെറ്റിംഗ്സിലുള്ള ഇൻഡിവിജ്വൽസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻഡിവിജ്വൽസിന് റെലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആ ഇവാലുവേഷനിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ക്രൈറ്റീരിയാസ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഇവാലുവേറ്റ് പെർഫോമൻസ് ഷുഡ് ബി സ്റ്റേറ്റഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഷുഡ് ബി സ്പെസിഫൈഡ് വെൻ എവർ പോസിബിൾ.
അതായത് ഒരു പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയാസ് സ്റ്റേറ്റ് ചെയ്തിരിക്കണം, പിന്നെ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫൈ ചെയ്തിരിക്കണം. മൂന്നാമത്തത്, ഈ ഒരു പെർഫോമൻസ് ഇവാലുവേഷന് പെർഫോമൻസിന് എക്സലന്റ്, ഗുഡ് ആൻഡ് പുവർ എന്നിങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരിക്കാൻ പറ്റണം. അവസാനത്തത്, പെർഫോമൻസ് ഇവാലുവേഷൻ പ്രാക്ടിക്കൽ ആയിരിക്കണം, ചെയ്തു നോക്കാൻ പറ്റണം. പിന്നെ ആ പെർഫോമൻസ് ഇവാലുവേഷൻ മെഷർമെന്റ് ടെർമിനോളജീസിലായിരിക്കണം, അതായത് മെഷർ ചെയ്യാൻ പറ്റണം, യൂസ് ചെയ്യാൻ പറ്റണം. എസെൻഷ്യൽസ് ഓഫ് ഗുഡ് അപ്രൈസൽ സിസ്റ്റം, അതായത് ഒരു നല്ല അപ്രൈസൽ സിസ്റ്റത്തിന്റെ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റണം. അത് ഭയങ്കരമായിട്ട് കോംപ്ലക്സോ ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിങ്ങോ ആയിരിക്കാൻ പാടില്ല. അങ്ങനെ ആയാൽ അത് എക്സ്പേർട്സിന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ എസെൻഷ്യൽ, ഇതിന് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ലൈൻ ഓഫ് പീപ്പിളുടെ സപ്പോർട്ട് ഇതിന് ആവശ്യമാണ്. മൂന്നാമത്തത്, സിസ്റ്റം ഷുഡ് ഫിറ്റ് ദി ഓർഗനൈസേഷൻസ് ഓപ്പറേഷൻ ആൻഡ് സ്ട്രക്ചർ, ഒരു സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻ അതായത് വർക്കിനും പിന്നെ സ്ട്രക്ചർ ഘടനയ്ക്കും അനുസൃതമായിട്ടായിരിക്കണം ഈ ഒരു സിസ്റ്റം ഉണ്ടാകേണ്ടത്, ആ ഒരു ഓർഗനൈസേഷൻ്റെ സിസ്റ്റം ഉണ്ടാകേണ്ടത്. ലൈക്ക് എക്സാമ്പിൾ എടുക്കുകയാണ്, ഒരു വർക്കിൽ ഒരുപാട് ഓപ്പറേഷൻസ് പരസ്പരം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസിനെ മാത്രം അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് അയാളെ അപ്രൈസ് ചെയ്യാൻ പറ്റില്ല, അതൊരിക്കലും റിലയബിൾ ആയിരിക്കില്ല. അടുത്തത് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ആണ്. വാലിഡിറ്റി എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം എന്തോരം അളവിൽ അല്ലെങ്കിൽ ഡിഗ്രിയിൽ ഒരു എംപ്ലോയിയുടെ ഇൻട്രിൻസിക് മെറിറ്റ് ശരിയായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും, എത്രത്തോളം ഡിഗ്രിയിൽ. ഓക്കെ, ഇനി റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാവശ്യം, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ശരിയായിട്ടുള്ള വാല്യൂ തന്നെ തരിക അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ തന്നെ തരിക. അഞ്ചാമത്തത്, പ്രൊവിഷൻ ഓഫ് ഇൻസെൻറ്റീവ്സ്, അതായത് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയതിനു ശേഷം ഒരു ഇൻസെൻറ്റീവ് അവാർഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഘടന ഈ ഒരു സിസ്റ്റത്തിന് ഉണ്ടായിരിക്കണം. അവസാനത്തെ എസെൻഷ്യലാണ് പീരിയോഡിക്കൽ ഇവാലുവേഷൻ, അതായത് ഇടവിട്ടിട്ട് ഈ ഒരു സിസ്റ്റം ഗോൾസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ആണോ ആപ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെയ്യാത്ത പക്ഷം ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡ്സിന് മുകളിലായിട്ട് സബ്ജക്റ്റീവ് ക്രൈറ്റീരിയ വരാൻ തുടങ്ങും. അതുകൂടാതെ തന്നെ നമുക്ക് ഇപ്പോഴും അനാവശ്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സും പിന്നെ റൂൾസും ഒക്കെ ഈ ഒരു സിസ്റ്റത്തിനെ ഭയങ്കരമായിട്ട് റിജിഡാക്കും. അടുത്തതായിട്ട് പെർഫോമൻസ് അപ്രൈസലിൻ്റെ യൂസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത്, ബേസിസ് ഫോർ സ്യൂട്ടബിൾ പേഴ്സണൽ പോളിസീസ്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ശമ്പളം കൂട്ടാൻ വേണ്ടി, പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി, ഡിമോഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ടെർമിനേഷൻസിന്, ട്രാൻസ്ഫേഴ്സിന്, ഇതിനൊക്കെ സംബന്ധിച്ച് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. രണ്ടാമത്തത്, ഫോർ ജഡ്ജിങ് എഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ഓറിയൻറ്റേഷൻ തുടങ്ങിയവയുടെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. മൂന്നാമത്തത്, ഫോർ അനലൈസിങ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നീഡ്സ്. ഒരു എംപ്ലോയിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് ആ വീക്ക്നെസ് മറികടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അവർക്ക് നൽകണം, അവർക്ക് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടെന്നൊക്കെ നോക്കി അത് കൊടുത്ത് ആ വീക്ക്നെസ്സിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. നാലാമത്തത്, അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്ഫുള്ളാണ്. ഇങ്ങനെ അസസ് ചെയ്തിട്ടാകുമ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ പൊട്ടൻഷ്യൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യും. ലൈക്ക് ഫീഡ്ബാക്ക് നൽകുക, വർക്കിംഗ്, പിന്നെ എംപ്ലോയീസിന് കൗൺസിലിംഗ് നൽകുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ. പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനമാണിത്. അടുത്തത്, മോറൽ ബൂസ്റ്റ് ചെയ്യും. ഇതൊരു പോസിറ്റീവ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയും പ്രൊഡക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും. ഏഴാമത്തത്, മോട്ടിവേറ്റ്സ് ദി എംപ്ലോയി. ഇതൊരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്സ് എംപ്ലോയീസിനിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുകയും അങ്ങനെ തങ്ങളുടെ ജോലിയിൽ മികച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ലോണം പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ട്രൈ ചെയ്യുകയും ചെയ്യും. എട്ടാമത്തത്, ഇത് ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതായത് ഇങ്ങനെ അപ്രൈസ് ചെയ്യുമ്പോൾ, പെർഫോമൻസിനെ അപ്രൈസ് ചെയ്യുമ്പോൾ തന്നെ കൊണ്ട് പറ്റും, തനിക്ക് ഇനിയും ആകും, അപ്പോൾ താൻ ഇനിയും ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് ആൾക്കാരുടെ ഉള്ളിലുണ്ടാകും, എംപ്ലോയീസിൻ്റെ ഉള്ളിലുണ്ടാകും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസലാണ്. ഒന്നാമത്തത് റേറ്റിംഗ് മെത്തേഡാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് റേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ജഡ്ജ്മെൻറ്റ്സിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് റേറ്റിംഗ് ടെക്നിക്സ്. ഇതിൽ ഒരു വ്യക്തിയെ ബാക്കിയുള്ള വ്യക്തികളെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യും. ഈ ഒരു ഓർഡറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേഴ്സ്റ്റിലേക്കായിരിക്കും. അടുത്തത് റേറ്റിംഗ് സ്കെയിൽ മെത്തേഡാണ്. പേര് പോലെ തന്നെ
രണ്ട് ഇൻഡിവിജ്വൽസിന് തമ്മിലുള്ള ആബ്സല്യൂട്ട് ഡിഫറൻസിനെ ഒരു സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യും. ഇതിൽ പ്രധാനമായിട്ട് 2 ടൈപ്പ് സ്കെയിൽസാണ് വരുന്നത്, ഡിസ്ക്രീറ്റ് സ്കെയിലും കണ്ടിന്യൂസ് ഓർ ഗ്രാഫിക് സ്കെയിൽസും. ഡിസ്ക്രീറ്റ് സ്കെയിൽസിൽ വരുന്ന കാര്യങ്ങളാണ് എക്സെപ്ഷണലി ഗുഡ്, എബവ് ആവറേജ്, ആവറേജ്, ബിലോ ആവറേജ്, പുവർ എന്നിങ്ങനെ. അതിൽ ഈ ഒരു കാറ്റഗറൈസ് ചെയ്ത് വെക്കും. ഇനി ഇപ്പോഴും കണ്ടിന്യൂസ് സ്കെയിലിൽ വരുന്നതാണെങ്കിൽ 4 ടൈപ്പാണ് വരുന്നത്. ഒന്ന് ന്യൂമറിക്കൽ ഓർ ആൽഫബറ്റിക്കൽ, അതായത് 1, 2, 3 എവിടെയാണ് പ്ലേസ് വരുന്നത് വെയിറ്റ് ചെയ്യുന്നതെന്ന്. പിന്നെ ആൽഫബറ്റിക്കൽ ആണെങ്കിൽ ABCDയിൽ A ആണോ B ആണോ C ആണോ അങ്ങനെ. പിന്നെ ഡിസ്ക്രിപ്റ്റീവ്, അഡ്ജക്റ്റീവ്, പിന്നെ മാൻ ടു മാൻ, പിന്നെ ബിഹേവിയർ സാമ്പിൾ. ഇനി അടുത്തത് ചെക്ക് ലിസ്റ്റ് മെത്തേഡാണ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റാണ്. ഇതിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും ഈ ഒരു വർക്കോനെ പറ്റിയിട്ടും അവരുടെ ബിഹേവിയറിനെ പറ്റിയിട്ടും. ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിനും ഓരോ ഡിഫറെൻറ്റ് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും, ഡിപ്പെൻസ് ഓൺ അവരുടെ ഈ പ്രയോറിറ്റി, ഇമ്പോർട്ടൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ചെക്ക് ചെയ്യുന്ന ആൾ ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് ടിക്ക് ചെയ്ത് കൊടുക്കും. പക്ഷേ ഈ ഒരു ചെക്ക് ചെയ്യുന്ന ആൾക്ക് അറിയത്തില്ല ഇതിൻ്റെയൊക്കെ വാല്യൂസ് എന്താണെന്ന്. അപ്പോൾ അത് ഇയാൾക്ക് അറിയത്തില്ല. അപ്പോൾ ടോട്ടലായിട്ടുള്ള ഓവറോൾ വാല്യൂവോ ഏതിലാണ് വരുന്നതെന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട്. ഇനി അടുത്തത് ഫീൽഡ് റിവ്യൂ ആണ്. ഇവിടെ പേഴ്സണൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാകും ഈ ഒരു എംപ്ലോയീസിൻ്റെ അപ്രൈസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ഒരു പേഴ്സണൽ എക്സിക്യൂട്ടീവ്സ് സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു എംപ്ലോയീസിനെ പറ്റിയിട്ടുള്ള റേറ്റിംഗ് ഓറലി വാങ്ങും, അതായത് വാമൊഴി എഴുതി വാങ്ങും. അതിനുശേഷം ഇവർ പിന്നീട് പോയിട്ട് നോട്ട്സ് എഴുതും. എന്നിട്ട് ഇത് സുപ്പീരിയേഴ്സിനെ കാണിച്ചിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണോ, എന്തെങ്കിലും മാറ്റാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കറക്ഷൻ വാങ്ങും. പക്ഷേ ഈ ഒരു മെത്തേഡ് വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. അടുത്തതായിട്ട് വരുന്നത് ക്രിറ്റിക്കൽ ഇൻസിഡൻറ്റ് ടെക്നിക്കാണ്. ഈ ഒരു മെത്തേഡിൽ ഓരോ ജോലിക്കും ആവശ്യമായിട്ടുള്ള ക്രിറ്റിക്കൽ ജോബ് റിക്വയർമെൻറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. ഈ ഒരു റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ജോലിയുടെ സക്സസിനും ഫെയിലിയറിനും അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇനി നമ്മൾ ക്രിറ്റിക്കൽ ഇൻസിഡൻറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ആക്ടിവിറ്റിയുടെ ഔട്ട്കമ്മിന് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒന്നാണ് ക്രിറ്റിക്കൽ ഇൻസിഡൻറ്റ് എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ ഇത് പോസിറ്റീവ് ഫാക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഫാക്ടേഴ്സ് ആയിരിക്കാം. നെഗറ്റീവ് ഫാക്ടേഴ്സ് ആണെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഇത് ഇൻ്റർഫിയർ ചെയ്യും. അടുത്തത് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ്. സൂപ്പർവൈസേഴ്സ് ആണ് ഇത് തയ്യാറാക്കുന്നത്. അവരുടെ സബോർഡിനേറ്റ്സിൻ്റെ പ്രൊമോഷൻ, ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനൻ്റ് ആണിത്. പിന്നെ ഓരോ ഓർഗനൈസേഷൻ വൈസ് ഇതിൻ്റെ ഫോർമാറ്റ് മാറിയിരിക്കും. അവസാനത്തേത് ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡാണ്. ഇതിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇൻഡിവിജ്വലിനെ റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് 2, 3, 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ റേറ്റിംഗ് ഫോമിലുള്ള ഈ ഗ്രൂപ്പുകളിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ എല്ലാം അൺഫേവറബിൾ ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഈക്വൽ നമ്പർ ഓഫ് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും. എല്ലാ ഗ്രൂപ്പുകളിലും ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ ഈ റിവ്യൂ ചെയ്യുന്ന ആൾ ഈ ഇൻഡിവിജ്വലിൻ്റെ, അതായത് ആരെയാണോ റിവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്, അയാൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും എടുക്കണം. ഇനി ഇപ്പോഴും എല്ലാ ഗ്രൂപ്പുകളിലും അൺഫേവറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ ഈ റിവ്യൂ ചെയ്യുന്ന ആൾ ഈ ഒരു റിവ്യൂ ചെയ്യുന്ന ഇൻഡിവിജ്വലിൻ്റെ ഏറ്റവും ലീസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും സെലക്ട് ചെയ്യണം. ഇനി ഇപ്പോഴും ഓരോ ഗ്രൂപ്പിലും 2 ഫേവറബിളും 2 അൺഫേവറബിളും ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ റിവ്യൂ ചെയ്യുന്ന ആൾ ഈ ഒരു റിവ്യൂ ചെയ്യപ്പെടുന്ന ഇൻഡിവിജ്വലിന് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും ലീസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റും, അതായത് 2 ചോയ്സസ് സെലക്ട് ചെയ്യണം. ഇനി അടുത്തത് നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടൂൾസ് ഏതാണെന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് എങ്ങനെയാണത് യൂസ് ചെയ്യുന്നത് എന്നതാണ്. ഓക്കെ, 2 കാറ്റഗറീസിലുള്ള ടൂൾസാണ് ഉള്ളത്. ഒന്ന് സ്ട്രക്ചേർഡ് മെത്തേഡിലുള്ളത്, രണ്ടാമത്തത് ഫ്ലെക്സിബിൾ മെത്തേഡിലുള്ളത്. സ്ട്രക്ചേർഡ് മെത്തേഡ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് വിളിക്കും, ഫ്ലെക്സിബിൾ മെത്തേഡിനെ കൊളാബറേറ്റീവ് മെത്തേഡ് എന്ന് വിളിക്കും. ഈ ഒരു ഫ്ലെക്സിബിൾ മെത്തേഡിന് ഒരു എക്സാമ്പിളാണ് MBO, അതായത് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. സോ കൂട്ടുകാരെ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. മാനേജ്മെൻറ്റ് ഓഫ് നഴ്സിംഗ് സർവീസ് ആൻഡ് എഡ്യൂക്കേഷൻ ബൈ ക്ലെമൻറ്റും പിന്നെ നിഷ ക്ലെമൻറ്റിൻ്റെയും ടെസ്റ്റ് റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക്സ് എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും റെഫറൻസിന് വേണ്ടിയെങ്കിൽ ആ ടെസ്റ്റുകൾ നോക്കാവുന്നതാണ്. ഏകദേശം എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അഡ്വാൻറ്റേജസ് അങ്ങനെ കുറച്ച് പോർഷൻസ് ഉണ്ട്, വേണമെങ്കിൽ ടെസ്റ്റ് നോക്കാവുന്നതാണ്.
സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൺ ഞെക്കിയാൽ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ ടാറ്റാ ബൈ ബൈ, സി യു.